നമസ്കാരം. ഞാൻ ഡോക്ടർ സുനിൽ രാജ്, സൈക്കോളജിസ്റ്റ്. ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാക്കാതെ, പരാജയങ്ങൾ ഉണ്ടാക്കാതെ ആരും കടന്നു പോയിട്ടില്ല. പരാജയങ്ങൾ ഇഷ്ടം പോലെ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ ആ പരാജയങ്ങളെ, തോൽവികളെ ഭയക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിലോ, അത്തരം ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലോ ചിലർക്കതുണ്ട്. അത്തരം ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നം, അതൊരു ഭയമാണ്, ഫോബിയയാണ്. അത്തരം ഒരു ഫോബിയയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അറ്റിക്കിഫോബിയ, പരാജയങ്ങളോടുള്ള ഭയം, തോൽവികളോടുള്ള അമിതമായ ഭയമാണ്. അവരെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്ന് ചിന്തിക്കൂ. അത്തരക്കാരെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അവർക്കൊരു ആർട്സിൽ പങ്കെടുക്കാൻ പറ്റില്ല, ആർട്സ് കോമ്പറ്റീഷനിൽ അവർ തോറ്റുപോകുമെന്നല്ലേ അവർ ചിന്തിക്കുന്നത്. ഒരു സ്പോർട്സിലോ ഒരു ഗെയിംസിലോ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല. എന്തിൽ പങ്കെടുത്താലും, ഒരു പരീക്ഷയിൽ പങ്കെടുക്കാൻ പറ്റില്ല. എവിടെ പങ്കെടുത്താലും എന്തിൽ പങ്കെടുത്താലും തോറ്റുപോകും. താൻ തോറ്റുപോകും, താൻ വിജയിക്കില്ല. ജീവിതത്തിൽ എന്നും പരാജയങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാകുന്നവരാണ് അവർ. പക്ഷെ ഒരിക്കലും അവർ ഒന്നിലും മോശമാവില്ല. എല്ലാറ്റിലും മിടുക്കരായിരിക്കാം. ഒരുപക്ഷെ കൂടെ മത്സരിക്കുന്ന, കൂടെ പരീക്ഷ എഴുതുന്നവരേക്കാൾ ഏറ്റവും മികച്ച റിസൾട്ട്, സക്സസ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നവരായിരിക്കാം. പക്ഷെ അവർക്ക് വിന്നറാവാൻ പറ്റില്ല. കാരണം അവരൊരു മുൻവിധിയോടെയാണ് ഇരിക്കുന്നത്. അവർ തോൽക്കും, എന്തു ചെയ്താലും തോൽക്കും. ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അവർ ജീവിച്ചിരിക്കുന്നെങ്കിലും മരിച്ചതിന് തുല്യമാണ്. എപ്പോഴും അവരുടെ മനസ്സിൽ എന്തു ചെയ്യാനൊരുങ്ങുമ്പോൾ, ഒരു സ്റ്റെപ്പ് കയറാനൊരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു നദിയിലേക്കോ പുഴയിലേക്കോ അല്ലെങ്കിൽ കടലിലേക്കോ തീരത്തിൽ നിന്ന് ഇറങ്ങാനൊരുങ്ങുമ്പോൾ അവിടെ വീണുപോകും, അല്ലെങ്കിൽ അതിൽ തോറ്റുപോകും, എന്തിലും തോറ്റുപോകും. പരീക്ഷകളിൽ എപ്പോഴും തോൽവി സമ്പാദിക്കുന്നവരാണിവർ. എവിടൊക്കെയോ ആ വ്യക്തിയുടെ കുട്ടിക്കാലത്ത് എപ്പോഴൊക്കെയോ സംഭവിച്ചിട്ടുണ്ടാവാം. അവിടെ മാതാപിതാക്കളുടെ ഒരു ഇടപെടൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുട്ടികൾ എന്തു ചെയ്യുമ്പോഴും, കുട്ടിക്കാലത്ത് അവരെന്തു ചെയ്യുമ്പോഴും എന്താണോ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ അംശമേ അവർ വിജയിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യാനും അഭിനന്ദിക്കാനും മറക്കരുത്. പാരൻസ് കൊടുക്കുന്ന, അധ്യാപകർ കൊടുക്കുന്ന എൻകറേജ്മെൻറ്റ്, വല്ലാത്ത അപ്രീസിയേഷൻ, വല്ലാത്തൊരു പ്രോത്സാഹനവും ഈ ഒരു സപ്പോർട്ടുമൊക്കെ അവരെ മികച്ച തലത്തിലേക്ക് എത്തിക്കും. ഇതും കുട്ടിക്കാലത്ത് സംഭവിക്കുന്നതാണ്. എന്തിനും കുറ്റപ്പെടുത്തുകയും, എല്ലായ്പ്പോഴും കുട്ടികളെ കുറ്റപ്പെടുത്തുകയോ, എത്ര നേടിയാലും അതിൽ സംതൃപ്തിയില്ലാതെ സംസാരിക്കുകയോ ചെയ്താൽ, മാതാപിതാക്കളോ അധ്യാപകരോ ഒക്കെ ചെയ്താൽ, അങ്ങനെ ചെയ്യുന്ന അധ്യാപകരും മാതാപിതാക്കളും ഉണ്ട്. അവിടെ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്ന് വലിയ കാര്യങ്ങളിലാവട്ടെ, അവർ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ വളരെ ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് ഏറ്റവും മികച്ച സപ്പോർട്ട് കൊടുത്തു പോവുകയാണെങ്കിൽ ഇത്തരമൊരു ഫോബിയ ഉണ്ടാവില്ല. സൂക്ഷിക്കണം. കുട്ടികളെ ഏറ്റവും മികച്ച സപ്പോർട്ടുമായി പരീക്ഷകളിൽ തോറ്റുപോയാലോ, പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞാലോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏതിലെങ്കിലും അവർ ഒരല്പം മികവ് പുലർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാലോ അവരെ കുറ്റപ്പെടുത്താതെ, വഴക്ക് പറയാതെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകണം. എങ്കിൽ ഇത്തരം ഫോബിയ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ സഹായിക്കും. ഇനി ഇത്തരം ഫോബിയ, അറ്റിക്കിഫോബിയ ഒക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ചുറ്റിനും തോൽവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ, എന്തു ചെയ്താലും തോറ്റുപോകുമെന്ന് ചിന്തിക്കുന്നവർ, പരാജയപ്പെടുമെന്ന് ചിന്തിക്കുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണം. അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കണം. ചിലപ്പോൾ മനോരോഗ വിദഗ്ധൻ്റെയും മനഃശാസ്ത്രജ്ഞൻ്റെയൊക്കെ സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ടാകും. തെറാപ്പിയോ മെഡിസിൻസോ ഒക്കെ ചിലപ്പോൾ ആവശ്യമുണ്ടായേക്കാം. അതൊക്കെ കൊടുത്ത് അവരെയും നമുക്ക് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലായ്പ്പോഴും ഒരു ഇടപെടൽ ഉണ്ടാവണം. എല്ലാവരും സാമൂഹ്യ ജീവികളാണ്. എല്ലാവർക്കും ഇവിടെ ജീവിച്ചേ പറ്റൂ. അപ്പോൾ ചിലർക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ട്, അതെപ്പോഴും സംഭവിച്ചു പോയതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് തീർച്ചയായും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം. നന്ദി, നമസ്കാരം.